നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും ഒടുവിൽ പിടിയിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിൻ റിമാൻഡിലാകുമ്പോൾ ഞെട്ടുന്നത് CPM തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാസു തീർക്കും, അല്ലെങ്കിൽ വാസുവിനെ തീർക്കും, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാസു തീരും, അത് AK സെന്ററിൽ നിന്നുള്ള അറിയിപ്പായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളായി പലരും ഇടുന്നുണ്ട്. കാരണം വാസു പെട്ടിലാകുന്ന അല്ലെങ്കിൽ വെട്ടിലാകുന്ന CPM കുലം ഒന്നടങ്കം തന്നെയാണ്. ഗുരുതര കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നും ഇതുവഴി ബോർഡിന് ഈ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. CPM നേതാവാണ് വാസു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും. ഹൈക്കോടതി ഇടപെടലാണ് വാസുവിന് വിനയായി മാറിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകി. ഇതോടെ ഉന്നതരുടെ അറസ്റ്റ് അനിവാര്യമായി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായതോടുകൂടി എല്ലാത്തിനും പിന്നിൽ കോൺഗ്രസുകാരാണെന്ന വ്യാജ പ്രചരണം നടത്താൻ CPM സൈബർ ഹാൻഡിലുകൾക്ക് ഇനി കഴിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത്. സ്വർണം പൂശനായി കൊണ്ടുപോയത് തന്റെ അറിവോടെ ആയിരുന്നില്ലെന്നും സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണ് എന്നും അത് മാറ്റി എഴുതിയതിനെ കുറിച്ച് ഓർക്കുന്നില്ലെന്നുമായിരുന്നു വാസുവിന്റെ മൊഴി. സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവും റിമാൻഡിൽ തുടരുന്നതിനിടയിലാണ് വാസുവിന്റെ നിർണായക അറസ്റ്റ്. ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി 2 ആഴ്ച മാത്രം ശേഷിക്കെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം വരുന്നുണ്ട്. വാസുവിന് CPMവുമായി സുദീർഘ ബന്ധമുണ്ട്. കൊല്ലം കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച എൻ വാസു മുൻ മന്ത്രി PK ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി 2 തവണ സേവനമനുഷ്ഠിച്ച വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് 3ാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കോടതിയാണ് എൻ വാസുവിന്റെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. തീർത്തും നിരാശനാണ് വാസു. മുൻ ജുഡീഷ്യൽ ഓഫീസറാണ്. ആരോടും മിണ്ടാതെയാണ് ജയിൽ വാസം. കൊതുകടി കൊണ്ട് വാസു ഉറങ്ങുമ്പോൾ പല ഉന്നതരും നിരാശയിലാണ്. ഹൈക്കോടതി ഇടപെട്ട കേസായതുകൊണ്ട് തന്നെ ജില്ലാ കോടതികളിൽ നിന്നും അനുകൂലമായ ഒരു തരത്തിലുമുള്ള വിധിയും ലഭിക്കില്ല എന്ന് വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതനാണ് എൻ വാസു. സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് രേഖയിൽ നിന്ന് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതിലാണ് നവീകരണത്തിന് ശുപാർശ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനും എൻ വാസു ഇടപെടലുകൾ നടത്തിയെന്നത് കോടതി പോലും കണ്ടെത്തി. ഇതര പ്രതികളുമായി ചേർന്ന് എൻ വാസു ഗൂഢാലോചന നടത്തിയെന്ന കാര്യം തെളിഞ്ഞിട്ടുണ്ടെന്നും SIT പറയുന്നു. വൈകുന്നേരം 7:10 എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. റാന്നി കോടതി അവധിയായതിനാലാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. ഈ ചേംബറിലാണ് ജഡ്ജിക്ക് മുന്നിൽ എൻ വാസുവിനെ ഹാജരാക്കിയത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണ്ണമോഷണം അടക്കമുള്ള കുറ്റങ്ങൾ എൻ വാസുവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന 2019 എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. കട്ടളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതാൻ കമ്മീഷണറായിരുന്നു വാസു. 2019 മാർച്ച് 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ 3ാം പ്രതിയാക്കിയത്. അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണം.